മോർണിംഗ് റൂട്ടീൻ ചെയ്തപ്പോൾ പറഞ്ഞു, എന്നാൽ അത് കഴിഞ്ഞിട്ടുള്ള റൂട്ടീനും കൂടെ കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ ജിമ്മും കഴിഞ്ഞ് വന്നപ്പോൾ നല്ല വിശപ്പ്, കറിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ കുറച്ച് രസവും കോസ്കോ മത്തിയും കൂടെ അങ്ങ് വറുത്തു. അത് കഴിഞ്ഞ് നല്ല സുഭിക്ഷമായിട്ട് ഉണ്ടു. ഊണ് കഴിഞ്ഞാൽ ഞാൻ സ്ഥിരം ബാക്ക് യാർഡിൽ പോയി ഒരു 1/4 മണിക്കൂർ ഇരിക്കും. മരങ്ങളൊക്കെ കണ്ട് കിളികളുടെ ഒച്ചയൊക്കെ കേട്ട് അണ്ണാങ്കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി കാറ്റൊക്കെ കൊണ്ട് ആ വെള്ളത്തിൻ്റെ എരമ്പലൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ കണ്ടത് എൻ്റെ ഗാർഡനകത്തൊരു ആമക്കുഞ്ഞ് മുട്ടയിടാൻ വന്നേക്കുന്നത്. അപ്പോൾ അവൻ സ്വസ്ഥമായിട്ട് മുട്ടയൊക്കെ ഇട്ടിട്ട് പൊക്കോട്ടെ എന്ന് കരുതി ഞാൻ അവിടെ നിന്ന് മാറിക്കൊടുത്തു. അധികം വൈകാതെ തന്നെ സ്കൂളിലേക്ക് പോയ പാറ്റേൺ പോലെ തന്നെ പിള്ളേർ തിരിച്ചെത്തി തുടങ്ങി. ആദ്യം മാത്യു വന്നു, പിന്നെ ഏവ വന്നു, പിന്നെ ജോനക്കുട്ടനെ ഞാൻ പോയി പിക്ക് ചെയ്തുകൊണ്ട് വന്നു. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് സ്നാക്ക് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യണം, അത് മസ്റ്റാണ്. അപ്പം ജോനക്കുട്ടൻ ട്രെഡ്മില്ലിൽ ഓടുന്നു, മാത്തുക്കുട്ടനും ഏവായും ബാക്ക് യാർഡിൽ കിടന്ന് കളിക്കുന്നു. ജോന ഇതുതന്നെ കണ്ടിന്യൂസ്ലി ചെയ്യണമെന്നൊന്നുമില്ല, ചിലപ്പോൾ അത് നിർത്തിയിട്ട് വേറെ പരിപാടിക്ക് അവൻ പോകും വിളി കളിക്കാനായിട്ട്. കളി കഴിഞ്ഞ് കുളിച്ച് പിന്നെ ഹോംവർക്ക് ടൈമാണ്. അവർ ഹോംവർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഡിഷ് വാഷർ ലോഡ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അത് കഴിയുമ്പോൾ 6:30 ഷാർപ്പ് ഞങ്ങൾ ഫാമിലി പ്രയർ ടൈമാണ്. എല്ലാവരും കൂടെ അത് വന്നിരുന്ന് ചെല്ലും. 7 PM ഡിന്നർ സെർവ് ചെയ്യും. അത് എല്ലാവരും കൂടെ കൂടിയിരുന്നാണ് ഞങ്ങൾ കഴിക്കാറ്. അത് കഴിഞ്ഞ് എനിക്ക് അടുക്കളയിലുള്ള പണികളെല്ലാം ചെയ്തതിന് ശേഷം 8 മണിയാകുമ്പോൾ ഞാൻ ഏവാനെ കിടത്തി ഉറക്കും. കാരണം ഏവായ്ക്കാണ് ഏറ്റവും ആദ്യം എണീക്കേണ്ടത്. അപ്പോൾ അവൾക്ക് നല്ലോണം ഉറങ്ങേണ്ടതുകൊണ്ട് അവളെ കിടത്തി ഉറക്കും. ഏവാപ്പി ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ വീഡിയോ എഡിറ്റിങ്ങും അതൊക്കെ ചെയ്യും. അതാണ് എൻ്റെ ഒരു ദിവസം. Thanks for watching. Until we see you next time, it's love from me to you. Bye-bye. Hi guys. Ippum and Kirak timer. So, now see ya. Good night.